ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ട്രിപ്പിൾ വണ്ണിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മളുടെ വെളിച്ചം കെട്ടുപോകുമ്പോൾ മറ്റാരെങ്കിലും അത് വന്നൊന്ന് തെളിയിച്ചു തരാറുണ്ട് അല്ലേ? നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് തീർത്താൽ തീരാത്ത നന്ദി ഉണ്ടായിരിക്കണം. നമ്മളെല്ലാവരും തന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പിന്തുണയോ ഹെൽപ്പോ ഒക്കെ സ്വീകരിച്ചിട്ടുള്ളവരാണല്ലേ ത്രൂ ഔട്ട് ദ ലൈഫ് ജേർണിയിൽ. നമ്മുടെ ലൈഫിന്റെ ഗതി തന്നെ മാറ്റുന്ന വിധത്തിൽ ചിലർ നമുക്ക് വേണ്ടി ശരിയായ രീതിയിൽ നിലകൊണ്ടിട്ടുണ്ട്. എന്നാൽ ലൈഫ് ഇങ്ങനെ പോകെ മുന്നോട്ട് പോകുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പലരും ഈ ആളുകളെ മറന്നു പോകാനുള്ളൊരു പ്രവണതയുണ്ട്. ഒരുപക്ഷെ ചിലർ നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ തിരിച്ചറിയാനും അതിന്റെ വാല്യൂ മനസ്സിലാക്കാനൊക്കെ നമ്മൾ വൈകി പോകാറുണ്ട്. അതേസമയം നമ്മളെ ദ്രോഹിച്ചതോ വിഷമിപ്പിച്ചതോ അല്ലെങ്കിൽ കളിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മുതലെടുത്തിട്ടുള്ള ഒരിക്കലും നമുക്ക് സ്നേഹം നൽകാത്ത ആളുകളെ നമ്മളൊട്ട് മറക്കുകയില്ല അല്ലേ? ശരിക്കും നമുക്കായിട്ട് നിലകൊണ്ടവരെയല്ലേ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ അതുവരെ അയാൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് വരെ നടിക്കാറുണ്ട്. ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും എന്തിന് ഇറങ്ങിത്തിരിച്ചാലും അവർക്ക് സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് മാറും. അവർക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തികൾ അവരോടൊപ്പം കൂടാറുണ്ട്. അതുപോലെ അവരെ ആഗ്രഹിച്ച രീതിയിൽ അല്ലെ അയാളുടെ ആഗ്രഹത്തെ നടത്തി കൊടുക്കാൻ ഈ വേൾഡ് തന്നെ, ഈ ലോകം തന്നെ അയാളുടെ കൂടെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ടല്ലേ? നല്ല നല്ല വ്യക്തികൾ അയാളുടെ ഒപ്പം കാണും. നല്ല സാഹചര്യങ്ങൾ, പ്രകൃതി ഉൾപ്പെടെ അയാളുടെ കാര്യത്തിന് ഒപ്പം നിൽക്കും. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില ആളുകളുണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും ലൈഫിൽ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അവർ ഒരുപാട് സ്ട്രഗിൾസുകൾ നേരിടേണ്ടി വരും. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിഞ്ഞാൽ ആദ്യം ഫുൾ അവർക്ക് പ്രശ്നങ്ങളായിരിക്കും. അവർ കണ്ടുമുട്ടുന്ന ആളുകൾ അത്ര പോരായിരിക്കും. അവരിൽ നിന്നും ഉള്ള മോശം അനുഭവങ്ങൾ അവർക്കുണ്ടാകും അല്ലേ? നമ്മളുടെ തന്നെ ലൈഫ് എടുത്ത് നോക്കിയാൽ പല സിറ്റുവേഷനിലും നമ്മളിതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന്റെ അഭാവമാണ് പലപ്പോഴും ഇവിടെ പ്രശ്നമായിട്ട് മാറുന്നത്. ലൈഫിൽ ഏതൊരു മേഖലയിലും അല്ലെങ്കിൽ ഏതൊരു നിലയിലും നമ്മൾക്ക് വിജയമുണ്ടാകാൻ അല്ലെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് മാറണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇവിടെ തെളിയിക്കുന്നത്. എന്തിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നോ അത് നമ്മളിൽ കൂടുതലായിട്ട് അതല്ലെങ്കിൽ നമുക്കതൊരു അനുഗ്രഹമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതാണ് സത്യം. ഈ വീഡിയോയിൽ നമ്മളെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ച ആളുകളോടുള്ള ആ ഒരു സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ് പറയുന്നത്. നമ്മൾ ആഗ്രഹിച്ച പോലെ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ ലക്ഷ്യങ്ങളെ നേടിയെടുത്ത് മുന്നോട്ട് പോകാനും ഒപ്പം മുന്നോട്ടുള്ള ലൈഫിൽ എപ്പോഴും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല മനുഷ്യർ അല്ലെങ്കിൽ നല്ല വ്യക്തികൾ എപ്പോഴും നമ്മളുടെ ഒപ്പം ഉണ്ടാകാനും നല്ല നല്ല റിലേഷൻഷിപ്പുകൾ ലൈഫിൽ ഉണ്ടാകാനും ലൈഫ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒപ്പം ലൈഫിലുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നും അകന്നു നിൽക്കാനും ഒക്കെ നമുക്ക് പ്രാപ്തരാക്കുന്ന ഒരു പ്രാക്ടീസാണെന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത പക്ഷം ഒന്നും നമ്മളിൽ ശാശ്വതമായിരിക്കുകയില്ല എന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പേഴ്സണലി ഞാൻ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടപ്പോഴൊക്കെ ആ ഒരു ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മെന്റൽ ഹീലിംഗ് നൽകുന്ന ഒരു പ്രാക്ടീസ് കൂടെയാണിത്. നമുക്ക് പലതിനോടും നമ്മളുടെ ലൈഫിലുള്ള പല ബ്ലെസ്സിങ്സിനോടും നമ്മൾ മുഖം തിരിച്ചിരിക്കാറുണ്ട്. അപ്പൊ അതിലേക്കുള്ളൊരു കണ്ണു തുറപ്പിക്കൽ കൂടാണ് ഈ ഒരു പ്രാക്ടീസ് ഇങ്ങനെയാണ്. പകൽ സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് തനിച്ചിരിക്കാൻ പറ്റിയ ഒരു സമയം സെലക്ട് ചെയ്ത് നമുക്കിത് ചെയ്യാം. ഇനി പകലിന് സമയത്ത് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിലും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. അതായത് തനിച്ച് കുറച്ച് സമയം ഇരിക്കാൻ പറ്റിയ ഒരിടം കണ്ടെത്തുക. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ സ്വാധീനം ചെലുത്തിയ മാജിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ആ മനുഷ്യരെ പറ്റി ഒന്ന് ഓർത്തു നോക്കുക അല്ലേ? ചിലര് ദൈവദൂതരെ പോലെ വന്ന് അങ്ങ് പോകാറുണ്ട്. നമുക്ക് പോലും ഒരു പിടി കാണില്ല അവരെ പറ്റി. ചിലര് നമ്മൾ പലപ്പോഴും കാണുന്നവരായിരിക്കും അല്ലേ? ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഒരു ടീച്ചറായിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ മകളോ മകനോ ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം,
അല്ലെങ്കിൽ നെയ്ബർ ആയിരിക്കാം, പാരൻസോ, സിബ്ലിങ്സോ, കസിൻസോ, ഫ്രണ്ട്സോ, അല്ലെങ്കിൽ പല കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് അല്ലെ, പല വഴികളിൽ നമുക്ക് ഹെൽപ്പായിട്ട് നിന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ്, പോലീസ്മാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ പല ടൈപ്പ് ടെക്നീഷ്യൻസ് അല്ലെ, അങ്ങനത്തെ പല ആളുകൾ, കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ഒക്കെ, അല്ലെങ്കിൽ ചില പബ്ലിക് ഫിഗർ ആളുകൾ അവർ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അല്ലെ. ഒരു പരിചയം പോലും ഇല്ലാത്ത പല ആളുകളും ലൈഫിലേക്ക് വന്ന് പോകാറുണ്ട്. അപ്പൊ ഇന്ന് വരെയുള്ള നിങ്ങളുടെ ലൈഫിൽ, ജീവിതത്തിൽ ഒരുപാട് ആളുകൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതിൽ നിന്നും ഒരു സമയം ഒരാളെ ചൂസ് ചെയ്യുക. അയാളെ ചൂസ് ചെയ്ത് അയാളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അയാൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, അയാൾ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തി, അയാളോട് നിങ്ങൾക്ക് നന്ദി ഉണ്ടാകാനുള്ള എന്തൊക്കെ കാരണങ്ങൾ ഉണ്ട്, അതൊക്കെ ഒന്ന് ഓർത്തു നോക്കുക, ചിന്തിക്കുക അതിനെപ്പറ്റി. അത് നിങ്ങളിൽ എന്തൊക്കെ നന്മകൾ വരുത്തി, ഇന്ന് നിങ്ങളായി നിൽക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ഓർക്കുക. ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉച്ചത്തിൽ അയാളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു പേപ്പറിൽ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിലോ ഒക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതായത് അയാൾക്കൊരു കത്തെഴുതുന്ന പോലെ, ഒരു ഒളിയോ മറയോ ഇല്ലാതെ ആത്മാർത്ഥമായി നിങ്ങളുടെ മനസ്സ് തുറന്ന് എഴുതി വെക്കുക. ഞാനിത് സ്ക്രിപ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ ഒരു കാര്യം എഴുതുക. ഇപ്പൊ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ട് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ പറയാണ്, ഡിയർ ഫ്രണ്ട്, ഇപ്പൊ ഫ്രണ്ടിന്റെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എന്നെ ഞാനാക്കി മാറ്റുന്നതിന് നീ നൽകിയ പിന്തുണയ്ക്ക് നന്ദി. ഞാൻ വിഷമിച്ചിരുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ നീ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. നീ നൽകിയ പിന്തുണയും ധൈര്യവും ഇന്ന് എന്നെ ഞാനാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ. അതുപോലെ എന്റെ സ്വപ്നം പിന്തുടരാൻ നീ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് നീ തന്ന ധൈര്യത്തിന്റെ പേരിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ നേടിയെടുത്തിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് പറയാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ വിട്ടുപോയ കാരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറയാം. അപ്പം അത് പറഞ്ഞ്, ഓരോ കാരണങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് അയാളോടുള്ള നന്ദി പറയാം. ഇതാണ് ആ പ്രാക്ടീസ്. ഓരോ ദിവസവും ഓരോ വ്യക്തികളെ എടുത്ത് നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിന്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് പറയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ് എന്നാണ് അവിടെ നമ്മൾ വെളിവാക്കുന്നത്. അപ്പം അതേക്കുറിച്ച് ഇനി എത്ര പറഞ്ഞാലും അത് അധികമായി പോവില്ല. പകരം കൂടുതൽ നന്ദി പറയാനുള്ള കാരണങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ നമ്മുടെ ലൈഫിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പ്രാക്ടീസിന്റെ ഒരു മാജിക്കൽ ആയിട്ടുള്ള എഫക്റ്റ് തന്നെ നമ്മുടെ ലൈഫിൽ വളരെ നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങും. നല്ല പ്രകടമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ വീണ്ടും അത്രയും നന്ദി പറയാനുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രാക്ടീസ് എത്രത്തോളം ആളുകളോട് നമുക്ക് ഈ ഒരു കാര്യം പറയാനുണ്ടോ, നമുക്ക് ഓരോ ദിവസവും അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഈ ഒരു പ്രാക്ടീസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ തന്നെ വളരെയധികം വ്യത്യാസമുണ്ടാകും. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു റിസൾട്ട് പോലെ മാനസികമായിട്ട് നമുക്കൊരു സന്തോഷവും ഒരു റിലീഫൊക്കെ ഫീൽ ചെയ്യും. നമ്മളുടെ ഉള്ളിൽ നിന്നൊരു ഭാരമൊക്കെ വിട്ടുപോയി മൈൻഡ് വളരെ കാം ആൻഡ് പോസിറ്റീവായിട്ട് മാറും. ആ ഒരു ഫീല് നമുക്കുണ്ടാകും. മാത്രമല്ല ലൈഫിൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളിലേക്ക് നമ്മൾ അട്രാക്റ്റ് ആകും. നല്ല കാര്യങ്ങൾ, ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഗുഡ് റിസൾട്ട് എന്ന പോലെ നല്ല കാര്യങ്ങൾ, നല്ല വ്യക്തികൾ ഒക്കെ ലൈഫിലേക്ക് ഒരു മാജിക് പോലെ ലൈഫിലേക്ക് വരും. ലൈഫ് ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറും. ലൈഫിൽ എപ്പോഴെല്ലാം നല്ല വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോഴും ഈ അവരോട് ആത്മാർത്ഥമായിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ആ ഒരു ലൈഫ് ലോങ് നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മുന്നിൽ കൊണ്ടുപോവുക. പ്രതിസന്ധികളില്ലാതെ നേട്ടങ്ങൾ മാത്രം നൽകാൻ ഈ ഒരു നന്ദി പറച്ചിൽ നമുക്ക് എപ്പോഴും ഉപകരിക്കും. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് ഉറപ്പായും നിങ്ങൾ ചെയ്തു നോക്കുക. നല്ല ചേഞ്ചസ് ലൈഫിലുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ.